ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഹ്യൂമനിസം എന്ന് പറയുന്ന ചാപ്റ്റർ ഒന്നാമത്തെ ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്റർ നമുക്ക് എങ്ങനെ എളുപ്പം പഠിച്ചു തീർക്കാം? ഇത് അടിപൊളിയായി പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ ആദ്യം എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. എങ്കിൽ ഈ ചാപ്റ്റർ ഭയങ്കര ഈസിയാണ്. അപ്പൊ നമുക്ക് പറയാനുള്ളത്, ഹ്യൂമനിസം എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ഓരോ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പൊ നമുക്ക് ആദ്യം പറയാനുള്ളത്, ഈ ചാപ്റ്ററിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ്? റിനൈസൻസ് അഥവാ നവോത്ഥാനം എന്നതാണ്. ഈ ചാപ്റ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ ഒന്നെന്താണ്? എന്താണ് റിനൈസൻസ്? നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, ഫ്രം ദ 14th century onwards a series of changes took place in the social, economic, political sphere of Europe. അല്ലെ, യൂറോപ്പിന്റെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് 14ാം നൂറ്റാണ്ട് മുതൽ വന്ന മാറ്റമാണ്, അല്ലെ, വലിയ ചേഞ്ചുകളാണ്, സീരീസ് ഓഫ് ചേഞ്ച്. ആ മാറ്റത്തെയാണ് നമ്മൾ റിനൈസൻസ് എന്ന് പറയുന്നത്, അല്ലെ. എന്ന് വെച്ചാൽ 14th centuryയിലാണ് എന്ത് തുടങ്ങുന്നത്? മാറ്റം ആരംഭിച്ചു തുടങ്ങുന്നത്, അല്ലെ. രണ്ട്, ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്, എന്തുകൊണ്ട് ഈ റിനൈസൻസ് എവിടെ സ്റ്റാർട്ട് ചെയ്തു? ഇറ്റലിയിൽ സ്റ്റാർട്ട് ചെയ്തു. യൂറോപ്പിൽ അത്രയേറെ രാജ്യങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് അത് ഇറ്റലിയിൽ പോയി തുടങ്ങി, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇറ്റലിയിൽ റിനൈസൻസ് ഉണ്ടായത്? ഇവിടെ നമുക്കൊരു 5-6 പോയിന്റുകൾ നമുക്ക് കൃത്യമായി പഠിക്കാനുണ്ട്, അല്ലെ. ഇറ്റാലിയൻ സിറ്റീസ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. പ്ലാഗ്, ബിബോണിക് പ്ലാഗ് ആൻഡ് ബ്ലാക്ക് ഡെത്ത് ഒരു കാരണമായി നമുക്ക് പറയാം. ക്രൂസൈഡ്സ്, കുരിശ് യുദ്ധം ഒരു കാരണമായി പറയാം, അല്ലെ. അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ടർക്സ് അഥവാ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കോൺക്വർ ചെയ്തു, പിടിച്ചെടുത്തത്. അങ്ങനെ ഒരു 5-6 കാരണങ്ങൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. കഴിഞ്ഞ ഇനിയുണ്ടോ? ഉണ്ട്. ഇനി പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് റിനൈസൻസ് പെയിന്റിംഗ് ആണ്. റിനൈസൻസ് പീരീഡിൽ എന്താണ് പെയിന്റിംഗിലടാ, ചിത്രകലയിൽ വന്ന മാറ്റത്തെ കുറിച്ച് നമ്മൾ പഠിക്കാനുണ്ട്, അല്ലെ. എങ്ങനെയാണ് അവരുടെ പെയിന്റിങ്സിന്റെ പ്രത്യേകതകൾ, എന്താണ്, ഏത് സ്റ്റൈൽ പെയിന്റിംഗ് ആണ് അവർ ഫോളോ ചെയ്തത്. പിന്നെ അതുപോലെ ഡാവിഞ്ചി, അല്ലെ, നിങ്ങൾ മൈക്കൽ ആഞ്ചലോ പോലുള്ള, ഇനി അല്ലെങ്കിൽ എന്താണ് ഈ റാഫേലും ടിഷ്യനും പോലുള്ള ചിത്രകാരെ കുറിച്ച് നമ്മൾ ഇവിടെ പഠിക്കും, അല്ലെ. എസ്പെഷ്യലി നമ്മൾ ഡാവിഞ്ചിയുടെ മൊണാലിസയും ലാസ്റ്റ് സപ്പറും ഒക്കെ കേട്ടിട്ടില്ലേ, അവസാനത്തെ അത്തായം, അല്ലെ. ഇതൊക്കെ നമ്മൾ ഇവിടെ പഠിക്കും. ദെൻ അതിനുശേഷം നമുക്ക് പറയാനുള്ളത് സ്കൾപ്ചർ ആണ്, ശില്പകല. ശില്പങ്ങൾ ഉണ്ടാക്കുമല്ലോ, ശില്പങ്ങളും ശില്പികളും. ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഡൊണാറ്റലോയും മൈക്കൽ ആഞ്ചലോയും കുറിച്ചാണ്. അന്ന് ഉണ്ടാക്കിയിരുന്ന, പൊതുവെ മുമ്പ് കാലത്ത് ഉണ്ടായിരുന്ന ഗോത്തിക് സ്റ്റൈലിന് പകരം ഒരു ഗ്രീക്ക് റോമൻ സ്റ്റൈലുള്ള സ്കൾപ്ചേഴ്സ്, ശില്പങ്ങൾ അവരുണ്ടാക്കി എന്ന് പറയുന്നുണ്ട്. എസ്പെഷ്യലി നമ്മൾ അവിടെ ഈ ഡൊണാറ്റലോയുടെ ഗട്ട, മെലാത്ത, അല്ലെ, അതുപോലെ ഡേവിഡ്, ഇനി മൈക്കൽ ആഞ്ചലോയുടെ ഇത്തരത്തിലുള്ള എന്താണ് ശില്പങ്ങളായിട്ടുള്ള, അല്ലെ, നിങ്ങൾ ഡേവിഡും അതുപോലെ തന്നെ പിയത്ത, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഇവിടെ പഠിക്കും. പിന്നെ നമ്മൾ പഠിക്കുന്നത് ആർക്കിടെക്ചർ ആണ്. റിനൈസൻസ് പീരീഡിലെ കെട്ടിടങ്ങൾ നിർമ്മിക്കല്ലേ, നല്ല ഭംഗിയുള്ള, അല്ലെ, കത്തീഡ്രൽസ്, ഭംഗിയുള്ള കെട്ടിടങ്ങൾ, അല്ലെങ്കിൽ ആർക്കിടെക്ചർ, വാസ്തുവിദ്യയും ആ കാലത്ത് വളർന്നു വന്നിരുന്നു. ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ കാലഘട്ടത്തിലെ ഫിലിപ്പോ ബ്രൂണലെസ്കിയെ കുറിച്ചും ഇവിടെ മൈക്കൽ ആഞ്ചലോ, ബ്രമാന്തയൊക്കെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഏരിയയിൽ പഠിക്കുന്നു. അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് റിനൈസൻസ് ലിറ്ററേച്ചർ അഥവാ നവോത്ഥാന സാഹിത്യം, അല്ലെ. സാഹിത്യം, ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ കഥയുണ്ടാവും, കവിതയുണ്ടാവും, അല്ലെ, ഇങ്ങനെയുള്ള നാടകങ്ങൾ, ഇതെല്ലാം ചേർത്തതാണ് സാഹിത്യം, ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഇവിടെയും നമ്മൾ ഒരുപാട് റൈറ്റേഴ്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ദാന്തെയുടെ ഡിവൈൻ കോമഡിയും ബൊക്കാച്ചിയുടെ ഡെക്കാമറോണും, അല്ലെ. അതുപോലെ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ള പെട്രാർക്കിന്റെ എന്താണ് സോണറ്റ് അഡ്രസ്സിംഗ് ലോറ, അല്ലെ, ലോറയ്ക്ക് എഴുതിയ പ്രണയഗീതങ്ങൾ, പെട്രാർക്കിന്റെ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ദ പ്രിൻസ് എന്ന് പറയുന്ന ഒരു എന്താണ് ഒരു പൊളിറ്റിക്കൽ തോട്ട്, ഒരു രാഷ്ട്രീയ ചിന്തകളെ കുറിച്ച് പറയുന്നത്. പ്രിൻസ് ആരെ എഴുതിയിട്ടുള്ളത് ഓർമ്മ ഉണ്ടോ? നിക്കോളോ മാക്കിയവെല്ലി. ഇവരെ കുറിച്ചൊക്കെയാണ് ഈ റിനൈസൻസ് ലിറ്ററേച്ചറിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, റിനൈസൻസ് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നവോത്ഥാന സാഹിത്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പിന്നെ നമ്മൾ സംസാരിക്കുന്നത് റിനൈസൻസ് ആൻഡ് സയൻസ് ആണ്. ശാസ്ത്ര മേഖലയിൽ എന്തുണ്ടായി? അതുവരെ ഉണ്ടായിട്ടുള്ള ജിയോ സെൻട്രിക് തിയറിയെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഭൗമ കേന്ദ്രീകൃത സിദ്ധാന്തം, ഭൂമിയാണ് ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തിന് പകരം സൂര്യനാണ് ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്നും, അല്ലെ, എന്താണ് ദ സൺ ഈസ് ദ സെന്റർ ഓഫ് യൂണിവേഴ്സ്, അല്ലെ, ബാക്കിയുള്ള എല്ലാ ഗ്രഹങ്ങളും എന്തിനു ചുറ്റുമാണ്, സൂര്യന് ചുറ്റുമാണ് വലയം വെക്കുന്നത് എന്നുള്ള ഒരു പുതിയ ചിന്താഗതിയൊക്കെ ഈ കാലഘട്ടത്തിൽ വന്നു. നിങ്ങൾ കോപ്പർനിക്കസിനെയും ഗലീലിയോ ഇങ്ങനെയുള്ള ശാസ്ത്രപരമായിട്ടുള്ള കുറെ മാറ്റങ്ങളെ കുറിച്ച്, നവോത്ഥാന കാലത്ത് വന്ന മാറ്റങ്ങളെ കുറിച്ച് ഇവിടെ നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ റിനൈസൻസ് കാലഘട്ടത്തിലെ, നവോത്ഥാന കാലഘട്ടത്തിലെ ഹിസ്റ്റോറിയോഗ്രഫി, ചരിത്ര രചന, ചരിത്രം എഴുതുന്നതിൽ എന്ത് മാറ്റമാണെന്നാ പറയുന്നത്. ആദ്യകാലത്ത് ചരിത്രം എഴുതിയതും ഈ റിനൈസൻസ് നവോത്ഥാന കാലത്ത് ചരിത്രം എഴുതി തുടങ്ങിയാലും ഭയങ്കരമായ മാറ്റമുണ്ട്. ചരിത്രത്തെ ആൻഷ്യൻ, മിഡീവൽ, മോഡേൺ, പ്രാചീനം, മദ്യം, അല്ലെ, ഇങ്ങനെ നമ്മൾ പറയുന്ന മോഡേൺ, അല്ലെ, ആധുനികം എന്നൊക്കെ പറയുന്ന രീതിയിൽ ചരിത്രം പഠിക്കാൻ എളുപ്പത്തിന് പല ഭാഗങ്ങളാക്കി തരംതിരിച്ചത് ഈ റിനൈസൻസ് പീരീഡ് അഥവാ നവോത്ഥാന കാലഘട്ടത്തിലാണ്, അല്ലെ. ലിയോണാർഡോ, ബ്രൂണി, അല്ലെ, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ചരിത്രകാരന്മാരാണ് ചരിത്രത്തെ ഇങ്ങനെ 3 ഡിവിഷനൊക്കെ ആക്കിയിട്ടുള്ളത്.
ഏറ്റവും അവസാനം മതരംഗത്ത് വന്ന മാറ്റങ്ങളെ കുറിച്ചാണ്, റിഫോർമേഷനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം കൗണ്ടർ റിഫോർമേഷനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. റിഫോർമേഷൻ എന്ന് പറയുമ്പോൾ കാത്തലിക് ചേർച്ച് അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അല്ലെ, മാർട്ടിൻ ലൂതറിന്റെ നേതൃത്വത്തിൽ നടന്ന മാറ്റങ്ങൾ, ലീഡർഷിപ്പിൽ വന്ന മാറ്റങ്ങളും അതിന് പകരമായിട്ട് കാത്തലിക് ചർച്ച് സ്വയം റിഫോർമേഷൻ കൊണ്ടുവന്ന കൗണ്ടർ റിഫോർമേഷൻ, പ്രതിനവീകരണത്തെ കുറിച്ചൊക്കെ നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് കൃത്യമായി ഓരോന്നോരോന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ചാപ്റ്റർ വളരെ ഈസി ആയിരിക്കും. ഈ ചാപ്റ്ററിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മുടെ പബ്ലിക് എക്സാമിനൊക്കെ എസ്സേ ആയിട്ട് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഈ ചാപ്റ്ററിൽ നിന്ന് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഏറ്റവും കൃത്യമായി തന്നെ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാൻ ശ്രമിക്കുക. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് എവിടുന്ന് ചോദ്യമായി ചോദിച്ചത് ഈ റിനൈസൻസ് പെയിന്റിങ്ങിന്റെ ഭാഗത്തു നിന്നൊക്കെ അല്ലെ, നമ്മളോട് എന്ത് ചെയ്തിട്ടുണ്ട്, എസ്സേ ആയിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും മിടുക്കരായിട്ട് പഠിക്കുക. ഇതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലൈവായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ലൈവുകൾ കൂടി കണ്ട് ഇതിൽ ഓരോ ടോപ്പിക്കും വളരെ കൃത്യമായി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. സോ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, ടാറ്റ, സീ യു.